കേരള പോലീസിന് ഓരോ വർഷം കഴിയും തോറും മറ്റുള്ള സ്റ്റേറ്റ് പോലീസിനേക്കാളും വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് കേരള പോലീസിന് ഇത്രത്തോളം ഷൈൻ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പത്രങ്ങളിൽ ഡെയിലി പോലീസിനെതിരെ ഒരു ചെറിയൊരു വിമർശനം വരുന്നത് നമ്മുടെ ചെക്കിങ്ങുകളാണ്. സീറ്റ് ബെൽറ്റും ഹെൽമറ്റും. ഇപ്പോൾ അതായത് പറയുന്ന കാരണം ഓട്ടോറിക്ഷ കാറും ഒക്കെ ഒരേ വേഗത്തിലാണ് പോകുന്നത്. ഓട്ടോയിൽ സീറ്റ് ബെൽറ്റ് ഇല്ല, കാറിൽ സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ചില ഇതിന് എന്താണ് ഒരു മറുപടി? അത് വിവരമുള്ളവർക്ക് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാം. പോലീസ് എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അത് ഗവൺമെൻറ് ഉണ്ടാക്കിയെടുക്കുന്ന നിയമങ്ങളാണ്. ഒരിക്കലും ഗവൺമെൻറ് ജനങ്ങൾക്കെതിരായി പ്രവർത്തിക്കില്ല. ഹെൽമറ്റ് ധരിക്കണമെന്ന് പറഞ്ഞു, അതിൻ്റെ എത്രയോ ഗുണം ഇന്ന് ഈ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കി ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച കണക്ക് നോക്കിയാലിന് ഒരു സാധാരണക്കാരന് മനസ്സിലാകാൻ പറ്റും. ഹെൽമറ്റ് ധരിച്ച കേസുകളിൽ 80% തലക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നുണ്ട്. അവിടെ നേരെ മറിച്ച് ബാക്കി ഏത് പരിക്ക് പറ്റിയാലും രക്ഷപ്പെടാൻ പറ്റും. തലക്ക് പരിക്ക് പറ്റിയാൽ തീർച്ചയായും 90% ആൾക്കാരും മരണപ്പെടുകയാണ്. അങ്ങനെയുള്ളൊരു കാര്യം പോലീസ് കൊണ്ടുവരുമ്പോൾ അതിനൊരു ഭാഗം എതിർക്കുന്നത് അത് അവരുടെ സൗകര്യം ഓർത്താണ്. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല ആ സൗകര്യത്തെക്കാൾ ഉപരി വില പിടിച്ചതാണ് അവരുടെ ജീവനെന്ന്. കാലക്രമേണ ജനങ്ങൾ തന്നെ അതൊക്കെ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴത്തെ പോലീസ്. പെറ്റി കേസ് പിടിക്കുന്നത് പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. അത് ഗവൺമെൻറ്റിന് കാശുണ്ടാക്കാനാണെന്ന്. അതെ, അതിനോട് ഒരു തരത്തിലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ഒരു ഗവൺമെൻറ്റും അത്തരത്തിൽ പോലീസിനോട് നിങ്ങൾ കാശുണ്ടാക്കണം, നിങ്ങൾ ഇത്ര പിടിച്ച് ഇത്ര കണക്ക് തരണം, ഇത്ര എമൗണ്ട് ഉണ്ടാക്കി തരണമെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. പോലീസിനോട് പറയുന്നുള്ളത് നിയമം നടപ്പിലാക്കാൻ പോലീസ് കർശനമായ നടപടി എടുക്കണമെന്നാണ്. അപ്പം അത് ആ ഭാഗം നമ്മളിപ്പോൾ നല്ലൊരു മേലുദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ മേലെ ഇരിക്കുന്നെങ്കിൽ അവർ മാസത്തിൻ്റെ അവസാനം ഒരു കോൺഫറൻസ് ഉണ്ട്. അവിടെയാണ് വിലയിരുത്തുന്നത്. നിങ്ങൾ എത്ര കേസ് പിടിച്ച്, എത്ര പെറ്റി കേസ് ഒഴിവാക്കി, എത്ര കേസ് പിടിച്ചതുകൊണ്ട് എത്ര അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഒരു കണക്ക് സാധാരണ ഓരോ മാസവും കോൺഫറൻസ് നടത്താറുണ്ട്. അപ്പോൾ അതിൽ കേസ് കുറയുന്ന സ്ഥലത്തൊക്കെ അപകടങ്ങൾ കൂടിയതായിട്ട് കാണുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കീഴുദ്യോഗസ്ഥന്മാരോടും സാധാരണ നമ്മൾ പറയാറുള്ളതാണ് കേസ് പിടിക്കണം, പെറ്റി കേസ് പിടിക്കണം. പക്ഷേ യൂണിഫോം ഇടാതെയൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആദ്യം പഠിക്കുന്ന യൂണിഫോമിനായിരിക്കില്ല. റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിങ്ങിന് ഒരാളെ കൈ കാണിച്ച് നിർത്തി അവനോട് അതിൻ്റെ പേരിൽ ചോദിക്കുമ്പോൾ അവന് യൂണിഫോം ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനും കൂടി വെക്കും. അപ്പോൾ അവരാദ്യം കാണുന്നത് എന്നെ യൂണിഫോം ഇടാതെ എന്നാണ് പിടിച്ചത്, എന്നെ എൻ്റെ കടലാസ് വെക്കാതെ എന്നെ പിടിച്ച്. കടലാസ് വെക്കാതെയും യൂണിഫോമിനും ഇടാതെയും അല്ല പിടിക്കുന്നത് അവൻ്റെ നെഗ്ലിജൻറ്റ് ഡ്രൈവിങ്ങിനാണ്. പക്ഷെ അതവൻ 1000 രൂപയൊക്കെ അവന് ഫൈൻ ഇടുമ്പോൾ അവൻ അത് പറയില്ല. അവൻ പറയും എന്നെ യൂണിഫോമിന് പിടിച്ചു. അവന് ജനങ്ങളുടെ ഇടയിൽ പോലീസിനെ മോശക്കാരായി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പരാതി പറയുന്നത്. അപ്പോൾ കേസ് പിടിക്കുന്നതൊന്നും കുറയ്ക്കണമെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. കേസൊക്കെ പിടിക്കണം, പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അപകടങ്ങൾ കുറയുള്ളൂ. നീ DYSP അബ്ദുൽ ഗഫൂർ സാറിൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഫാമിലിയെക്കുറിച്ച് ഞാൻ കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. ഞങ്ങൾ 8 മക്കളായിരുന്നു എൻ്റെ ബാപ്പയ്ക്കുണ്ടായിരുന്നത്. അത് 5 ആൺ 3 പെണ്ണുമാണ്. അതിൽ 5-ൽ എൻ്റെ മൂത്ത 2 ആൺമക്കളും മരണപ്പെട്ടു പോയി. എൻ്റെ ജ്യേഷ്ഠന്മാർ 2 ജ്യേഷ്ഠന്മാരും മരണപ്പെട്ടു പോയി. ഇനിയുള്ളത് ഞങ്ങൾ 3 പേരാണ്. ഞാനും എൻ്റെ ബ്രദറും ട്വിൻസാണ്. അവൻ ഗൾഫിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അവനിപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് 2 ആൺകുട്ടികൾ മാത്രം. മൂത്തവൻ്റെ കല്യാണം കഴിഞ്ഞു. അവൻ കല്യാണം കഴിച്ച് കണ്ണൂർ നടാൽ ഹാഷിം എന്നൊരാളുടെ മകളെയാണ്. അവളിപ്പം മംഗലാപുരത്ത് SDM കോളേജിൽ LLBക്ക് പഠിക്കുന്നുണ്ട്. അവനിവിടെ ഒരു ബിസിനസ്സാണ്. മകൻ്റെ പേര്, മൂത്ത മകൻ്റെ പേര് മൻഷൂർ. അവൻ്റെ ഭാര്യ നൂറുൽ ഹുദ. അവനിപ്പോൾ 11 മാസമായ ഒരു കുട്ടിയുമുണ്ട്. രണ്ടാമത്തെ മകൻ ജഷ്മീർ മംഗലാപുരം PA കോളേജിൽ നിന്നും എൻജിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ലണ്ടനിൽ MS പഠിക്കുകയാണ്. 1 വർഷത്തെ കോഴ്സിന് പോയിരിക്കുകയാണ് അവൻ. ഭാര്യ സൈറ ബാനു.
അവള് മംഗലാപുരമാണ്. എൻ്റെ ഫാദറിൻ്റെ കർണാടകയിൽ ഫോറസ്റ്റ് റേഞ്ചറായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. 2003-04 തളിപ്പറമ്പ് DYSP ആയിരിക്കെ ഞാനും ഭാര്യയും ഹജ്ജിന് പോയിട്ടുണ്ട്. അക്കാര്യം പലർക്കും അറിയാത്ത കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഹാജി എന്ന പേര് വെക്കാത്തത് കൊണ്ട് പലർക്കും ഞാൻ ഹാജിയാണെന്നുള്ള കാര്യം അറിയില്ല. അതുപോലെ അവസാനമായി ഒരു ചോദ്യം കൂടെ. ഇനി ഒരു ജന്മം കിട്ടിയാൽ അന്ന് എന്ത് ജോലി കിട്ടാനായിരിക്കും ആഗ്രഹിക്കുക? ജനങ്ങളെ സേവിക്കുകയും അതോടനുബന്ധിച്ച് പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പോലീസ് ജോലിയിൽ, ഇതുവരെ ചെയ്ത ജോലിയിൽ ഞാൻ വളരെയധികം സംതൃപ്തനാണ്. എനിക്ക് ആ ജോലി ചെയ്യുന്ന ദൈവത്തോട് ഞാൻ എപ്പോഴും നന്ദിയോടെ പ്രാർത്ഥിക്കാറുണ്ട്. എന്തായിരുന്നാലും ഇത്രയും വലിയ ഒരു DYSPയുടെ തിരക്കുകൾ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഈ തിരക്കിനിടയിലും കുടുംബത്തിൽ ഈ തിരക്കിനിടയിൽ വീണ് കിട്ടുന്ന വേളകളാണ് കുടുംബവുമായി സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. ആ സമയത്തും കേരള വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അരമണിക്കൂർ മാറ്റിവെച്ചതിന് ആ വലിയ മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഇനി മുന്നോട്ടുള്ള വഴികളിൽ ധീരതയുടെ പര്യായമായി തന്നെ ഇന്ന് നിലകൊള്ളട്ടെ എന്ന് സാക്ഷാൽ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി. നിങ്ങളുടെ കേരള വിഷന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ജനങ്ങളുടെയൊക്കെ സഹകരണവും സൗഹൃദവും കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ഉയർച്ചയിലെത്താൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാസർഗോഡ് താമസിക്കാൻ തന്നെ കാരണം ഇവിടുത്തെ ജനങ്ങൾ എന്നോട് കാണിച്ച സഹകരണവും സ്നേഹവും എൻ്റെ ജോലിയിൽ എനിക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു വന്ന് ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ ആഗ്രഹിച്ച്. DYSP K. അബ്ദുൽ ഗഫൂർ സാറുമായിട്ടുള്ള ഈ അഭിമുഖ സംഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കാനിരുന്നാൽ ഒരുപാട് കോൺട്രവേഴ്സികളും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ വരിക. പക്ഷേ ഇവിടെ ഒരു നല്ല പോലീസിനുള്ളിൽ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറഞ്ഞ പോലെ കാക്കിക്കുള്ളിലെ നല്ല മനുഷ്യനെ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. എന്തായിരുന്നാലും കേരള പോലീസ് കേരളീയരുടെ തന്നെ അഭിമാനമാണ്. വിമർശിക്കപ്പെടേണ്ടവരല്ല, നമ്മുടെ സംരക്ഷകരാണ്. പോലീസ് എന്ന് കേട്ടാൽ പണ്ട് കേരളമെന്ന് കേൾക്കും പോലെ അഭിമാനപൂരിതരാകേണ്ട കാലവും എത്തിയിരിക്കുന്നു. എന്തായിരുന്നാലും പോലീസ് നമ്മുടെ സംരക്ഷകരാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.